ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റീവായി എഡിറ്റ് ചെയ്യാൻ പോകുന്ന പിക്ചർ ഇതാണ്. അപ്പോൾ ഇതിനായിട്ടായി നമ്മൾ ആദ്യം ഒരു പിക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഡെമോ പിക്ക് ഇതാണ്. ഈ പിക്ക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാനായി ഈ ഇമേജിനെ സ്നാപ്സീഡിലോട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്നാപ്സീഡിൽ ഈ ഇമേജിനെ ഓപ്പൺ ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ നിന്ന് നമ്മൾ ഈ ഇമേജിന് നമുക്കൊന്ന് ബ്ലർ ചെയ്യണം. അപ്പോൾ ലെൻസ് ബ്ലർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലർ സ്ട്രെങ്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബ്ലർഡ് ബാക്ക്ഗ്രൗണ്ടാണ് ആവശ്യം. അതിനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അതിനുശേഷം നമ്മൾ ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ഇമേജ് കൊടുത്ത് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ആ പിക്ക് ഇതിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം അതിൻ്റെ ഒപ്പാസിറ്റി കറക്റ്റാക്കി കൊടുക്കുക. ഒപ്പാസിറ്റി ഫുള്ളിലാക്കി വയ്ക്കുക. ഒപ്പാസിറ്റി ഫുള്ളാക്കി കഴിഞ്ഞാൽ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ മേളിൽ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വ്യൂ എഡിറ്റ്സിൽ പോവുക. വ്യൂ എഡിറ്റ്സിൽ നമ്മൾ ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്യുക. അതിൽ ആ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡബിൾ എക്സ്പോഷർ 100-ലാക്കുക. 100-ലാക്കിയിട്ട് നമ്മൾ ഇമേജ് കുറച്ച് സൂം ചെയ്ത് നമ്മുടെ കൈയും ആ പേപ്പർ കട്ടിങ് വരുന്ന ആ ഭാഗവും ഇറേസ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് സമയമെടുത്ത് നല്ല രീതിയിൽ ഇറേസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്നതാണ്. എത്രത്തോളം നമ്മൾ സമയമെടുത്ത് ചെയ്യുമോ അത്രത്തോളം പെർഫെക്ഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ സൂക്ഷിച്ച് റബ്ബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയ ഈ പിക്ചറിനെ നമ്മൾ ഇനി പിക്സാർട്ടിലോട്ട് സെൻഡ് ചെയ്യണം. അപ്പോൾ പിക്സാർട്ടിൽ നമ്മൾ ഈ ഇമേജ് ഓപ്പൺ ആക്കി എടുത്തതിന് ശേഷം ആഡ് ഇമേജ് എന്ന് പറയുന്ന ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ വെച്ചിരിക്കണം. അതിനെ ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഫുള്ളാക്കി അതിനെ കറക്റ്റ് ആയിട്ട് വെച്ച് ഫിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇറേസ് ടൂള് സെലക്ട് ചെയ്ത് നമ്മളത് നമ്മുടെ കൈയുടെ ഭാഗം ആ വിരലിൻ്റെ ഭാഗം ഇറേസ് ചെയ്ത് നമ്മുടെ പിക്ചർ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.